പേടിക്കണ്ടേ, വഴക്കിനും വക്കാണത്തിനൊന്നും വന്നതല്ല. ഞങ്ങൾ അറിഞ്ഞൊരു കാര്യം ചോദിക്കാൻ വന്നതാ. ഏഷണി ഒന്നുമല്ല, ആ കത്തിമൂസ അടിച്ച് ഫിറ്റായപ്പോ ഷാപ്പി വെച്ച് വിളിച്ച് പറഞ്ഞ കേട്ടതാ. വെട്ടുകാടനാശാൻ വീടും പറമ്പും ആരുടെ പേരിലാണ് എഴുതി വെച്ചത്? എനിക്കറിയില്ല. പത്മാക്ഷി അമ്മ ആ വീടിന്റെ കാര്യം വല്ലതും തന്നോട് പറഞ്ഞിട്ടുണ്ടോ തന്റെ കല്യാണ സമയത്ത്? അത് ശാരദയുടെ പേരിൽ എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ശാരദയുടെ അവകാശമായിട്ട്. സ്ത്രീധനമായിട്ട് അത് മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, സ്വർണം ഒഴിച്ചാൽ? അതെ. എങ്കി അത് പോയി. പത്മാക്ഷി അമ്മയെ ഇറക്കിയിട്ട് ഭരതനോടെ കയറി പൊറുക്കാൻ പോവുക. അല്ല, സത്യം എന്താണെന്ന് താൻ കൂടെ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞതേ ഉള്ളൂ. വരട്ടെ. ഇവൾക്കുള്ള വീതം അത് ഉടനെ എനിക്ക് കിട്ടണം. ഒന്നുകിൽ ആ വീട്, അല്ലെ അതിന്റെ വിലയുടെ പകുതി. അത് നിർബന്ധമാണ്. ഇപ്പൊ എന്താ പ്രത്യേകിച്ച് ഒരു വില പേശല്? കെട്ടുന്നതിന് മുൻപ് ഇങ്ങനെയൊന്നും തോന്നിയിട്ടില്ലല്ലോ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുന്ന അപ്പൊ അറിഞ്ഞിരുന്നില്ല. കല്യാണത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അവൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇവിടെ കേൾക്കുന്നുണ്ടല്ലോ. പോലീസുകാരോട്ടാ യുദ്ധം. പോലീസും കേസും ഒക്കെ ആവുമ്പോ ഈ വീട്ടിലും വരും അവര് തെളിവിന് തിരക്കാൻ. ഞങ്ങളൊന്നും വീട്ടിൽ പോലീസുകാർ കയറിയിട്ടില്ല. ഇനി അതുപോലെ അയാൾ ഗുണ്ടായുസം ചെയ്ത പകയ്ക്ക് എനിക്കിട്ടോ അവക്കിട്ടോ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത ഒന്നേ ഞങ്ങൾ ഇവിടം വിട്ട് പോയിക്കോളാം, അല്ലെങ്കിൽ അവൻ. പക്ഷെ ഇവിടെ വീതം ഉടനെ കിട്ടണം. ഞങ്ങളുടെ ജീവിതം തൊലയ്ക്കാൻ ഇറങ്ങിയിരിക്കുക അവൻ. ആ എരുപ്പൊളിയെ ഞാനിന്ന് അമ്മയോട് നിൽക്കുന്നുണ്ടോ? ഇത് എന്റെ കാര്യ, ഞാൻ നോക്കിക്കോളാം. അഥവാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഭരതേട്ടനോട് പറഞ്ഞോളാം. എനിക്ക് സ്വൈര്യം തരാനായിട്ടെങ്കിലും ഭരതേട്ടൻ ഇവിടെ നിന്ന് പോകാമോ? ഓരോ ദിവസം കേൾക്കും, ഭരതൻ അത് ചെയ്തു, അയാളെ വെട്ടി, ഇയാളുടെ ബാഗ് തട്ടിപ്പറിച്ചു, പോലീസുകാരനെ തല്ലി. അമ്മയായാലും കെട്ടിയനായാലും എന്റെ അടുത്ത മെക്കിട്ട് കയറുന്ന ചേട്ടനെന്ന് വിളിക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? എല്ലാവരും കൂടി എന്നെ പന്ത് തട്ടുക. നീയും കൂടെ എന്നോട് ഇങ്ങനെ പറയേണ്ടിയിരുന്നു ശാരദ. നിനക്ക് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്, നിന്നത്. ഇപ്പോ തൃപ്തിയായി. പക്ഷെ ആ വീടെന്റെ അച്ഛൻ എനിക്ക് കൈമാറിയ സ്വത്ത്, എന്റെ ഒരേ ഒരു സ്വത്ത്. അത് മാത്രം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എത്രയാ വീതക്കാശ് ചോദിക്കുന്നത്? 1.5 ലക്ഷം. കല്യാണത്തിന് മുൻപ് അമ്മ വിജയേട്ടന് വാക്ക് കൊടുത്തിരുന്നത്ര. നിന്റെ സ്വൈര്യതയ്ക്ക് കാശാണ് അയാൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ കൊടുക്കാം 1.5 ലക്ഷം. പക്ഷെ ഇപ്പോൾ എന്റെ കയ്യിലില്ല. വെട്ടിയും കുത്തിയും വിരട്ടിയും ഒക്കെ തന്നെ വേണം അതുണ്ടാക്കാൻ. എങ്കിലും നീയും നിന്റെ കെട്ടിയവനും എങ്ങോട്ടും പോവണ്ട. ഇതൊന്നും ഭരതേട്ടനോട് പറയേണ്ടതല്ലെന്ന് എനിക്കറിയാം. ചേട്ടൻ എന്നോട് ക്ഷമിക്ക. എന്ത്? പുഴക്കരയിൽ നിന്ന് ശാരദയായി സംസാരിക്കുന്നത്. അവള് പറയുന്നതിലും കാര്യമുണ്ടല്ലോ. അവിടെ കെട്ടിയോൻ പറയുന്നതല്ലേ അവക്ക് ചെയ്യാനും പറയാനും പറ്റൂ. അത് ചേട്ടനോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. അച്ഛൻ മരിച്ചപ്പോ വരാൻ തോന്നിയത് തന്നെ അവളെ ഓർത്തിട്ടാ. ഇത് പണയം വെക്കോ വിൽക്കോ ചെയ്തോളൂ, തികയില്ലെന്നറിയാം. 1.5 ലക്ഷം വലിയ തുകയല്ലേ? ഞാൻ പറഞ്ഞില്ലേ രാഘവ, ആ ഭരതന്റെ ആസ്ഥാനം ഉണ്ടല്ലോ, ആസ്ഥാനം, അതായത് ആരൂഢം, അതിപ്പോ ഇളയിരിക്കുക. ആ പെണ്ണില്ലേ അവന്റെ പെങ്ങള്, അവളെ എന്ന് അവന്റെ ചങ്കെ തന്നെ കുത്തിയിരിക്കുക. ഇനി അവന്റെ മനക്കരുത്ത് ചോരാൻ തുടങ്ങും. ഉറപ്പ്. ഒരിക്കൽ നീ പോകാൻ ഒരുങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തന്നെ പിടിച്ചു നിർത്തി. എങ്കിലും ഇപ്പൊ നീ പോകുന്നതാ നല്ലത്. കാലാവസ്ഥകൾ മാറുന്നു. വെട്ടുകാടന് പോലീസിന്റെയും വീട്ടുകാരുടെയും ബലമുണ്ടായിരുന്നു, നിനക്കതില്ല. ഇപ്പോൾ ശാരദ പോലും. എങ്ങനെ 1.5 ലക്ഷം രൂപ ഉണ്ടാക്കി ശാരദയെ ഏൽപ്പിക്കണം? പിന്നെ ഒരു ദിവസം, ഒറ്റ ദിവസം ആ വീട്ടിൽ കയറി താമസിക്കണം, അച്ഛന്റെ ഓർമ്മയ്ക്കായി. എന്നിട്ട് ഈ നാട് വിടണം. ആ ഒക്കെ ചെയ്യാൻ കാശ് വേണം. വേണം, കാശ് വേണം. അതിനെന്തെങ്കിലും അവസാനമായി ചെയ്യണം.
1 2 3 4 5 6 7 8 9 10 1 ലക്ഷം. ആ, ഇനി കാര്യം പറ. ഇന്ന് രാത്രി 11 മണിക്കുള്ള മംഗലാപുരം ട്രെയിനിൽ ഒരാൾ ഒരു ചെറിയ ബ്രീഫ് കേസുമായിട്ട് വരും. 58 അടുത്ത പ്രായം, മുണ്ടും ചൂവയും അണിഞ്ഞ് തല നിറച്ച് ഏതാണ്ട് 5.5 അടിയോളം പൊക്കം വരും. ആളെ ശരിക്കൊന്ന് പൂശണം, പക്ഷെ കൊല്ലരുത്. അതെന്താ? ചത്താ ഞങ്ങളുടെ പ്ലാൻ എല്ലാം പൊട്ടും. അത് ശരി. അയാൾ എന്താ ചെയ്തത്? സ്മഗ്ലർ. ഞങ്ങളുടെ 100 കിലോ സ്വർണം, രേഖകളൊന്നുമില്ല. ഇത് സത്യമല്ലെന്നറിഞ്ഞാൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. ഭാരതം വെറും ഒരു ഗുണ്ടയല്ല, മനസ്സിലായല്ലോ? സത്യമാണ്. അപ്പോ ബാക്കി 50,000 സംഭവം കഴിഞ്ഞിട്ട്. ഓക്കെ? ഓക്കെ. എടുക്ക് ബാക്കി 50,000. 50,000? എന്ത് 50,000? വെറുതെ കളിക്കരുത്. പണി ജയിച്ചിട്ട് ഭരതനെ പറ്റിക്കരുത്. ഭരതൻ പെശകാണ്. കളിപ്പിക്കാൻ കോപ്പൊന്നുമല്ല ആശാനെ. പണി ചെയ്താലല്ലേ കാശ് തരാൻ പറ്റൂ. ഞങ്ങൾ പറഞ്ഞ പാർട്ടി ഇന്നത്തെ ട്രെയിനിൽ വന്നിട്ടില്ല, നാളെ വരത്തുള്ളൂ. പിന്നെ ഞാൻ തല്ലിയത് ഞങ്ങൾ പറഞ്ഞ ആളിനെ അല്ല. നിനക്കൊക്കെ ഇത് നേരത്തെ ഒന്ന് പറയാൻ പോലാർത്തടാ. നിന്റെയൊക്കെ തെറ്റുകൊണ്ട് തുലഞ്ഞത് ഏതോ ഒരു പാവത്തിന്റെ ജീവന. അത് തിരിച്ചു കൊടുക്കാൻ നിന്റെയൊക്കെ കാശിന് കഴിയൂടാ. എടുക്കണ ബാക്കി 50,000 രൂപ. ആ പാവത്തിന് ജീവനുണ്ടെങ്കിൽ ആ കാശ് മരുന്ന് വാങ്ങാനെങ്കിലും കൊണ്ട് കൊടുക്കണം. എടുക്കണം. ഓട്ടാശാനെ, തെറ്റാർക്കാലും പറ്റും. ഇല്ല, പറ്റില്ല. ഭരതന് പറ്റാൻ പാടില്ല. ഗുണ്ടാപ്പണിക്ക് വേണ്ടി തെണ്ടി നടന്ന് ഗുണ്ടയായവനല്ലേ ഭരതൻ. ഒരു പാവം മനുഷ്യന്റെ ചോര ഈ കയ്യിൽ വീണെങ്കിൽ ഭരതൻ അതിനുവേണ്ടി അനുഭവിക്കണം. ധൈര്യമുണ്ട് ആരുടെയും മുമ്പിൽ ചെന്ന് തെറ്റിയെന്ന് പറയാൻ. കൊടികുത്തി വാഴുന്ന ഈ ഭരതൻ CI രവീന്ദ്രന്റെ മുമ്പിൽ ചെന്ന് കുറ്റമേൽക്കും. ഞങ്ങൾ പറയുന്നത് കേക്ക്. വേണ്ട വെറുതെ ആ CI രവീന്ദ്രനെ നിനക്കറിയാലോ. വെറുതെ കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട. വേണം, എങ്കിലേ ഈ പാവം കഴുകിക്കളയാൻ പറ്റൂ. ഈ ഭരതന് ഇടിയും തൊഴിയും ഒന്നും ഒരു പ്രശ്നമല്ല. മനസ്സാക്ഷി
അതാ വലുത്. ഇനി നീ ഇവിടുന്ന് പോകുന്ന എനിക്കൊന്ന് കാണണം. എങ്ങനെയുണ്ട് ഇപ്പോ? വേദനയുണ്ട്, എങ്കിലും അപകടം മാറിയെന്ന ഡോക്ടർ പറഞ്ഞത്. മാഷേ, മാഷേ, ഭരതൻ അവൻ കുറ്റമേറ്റു. ആളെ തെറ്റ് ചെയ്തു എന്നാ എന്നോട് അവൻ പറഞ്ഞത്. ഞാൻ പോലീസുകാരെ വിടാം. മാഷ് പരാതി പറഞ്ഞു കൊടുത്താൽ മതി. എനിക്ക് ആരോടും പരാതിയില്ല. സംഭവിക്കാനുള്ളത് സംഭവിച്ചു. കേസെടുത്ത് നടത്താനുള്ള സമയവും പണവും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് അയാളോട് പറഞ്ഞേക്കൂ ഞാൻ ക്ഷമിച്ചെന്ന്. ആ മൂപ്പിന്ന് കേസ് കൊടുക്കാത്തത് നിന്റെ ഭാഗ്യം. പിന്നെ സൂക്ഷിച്ചും കണ്ടും നടന്നോണം. എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ചാത്തൻ കോളനി വെടിവെപ്പുണ്ടായാലും ശരി, നിന്നെ ഞാൻ പൊക്കും. ഓക്കെ. നിക്ക്. കേടിയാണെങ്കിലും നീ ആള് കൊള്ളാം. തെറ്റ് പറ്റിയെന്ന് അറിഞ്ഞപ്പോ കുറ്റമേൽക്കാനുള്ള ആ ചങ്കൂറ്റം അതെനിക്ക് പിടിച്ചു. അല്ല ഭരത, വല്ല കാര്യം ഉണ്ടായിരുന്നു ആ കരിമ്പുലിയുടെ വായിലേക്ക് തല വെച്ചു കൊടുക്കാൻ? തിരക്കിയോ? തിരക്കി. പെരിങ്ങോട്ടുകര പ്രൈമറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ 3 ദിവസത്തിന് ആശുപത്രി വിടും. ആ പെണ്ണു മോളാ ഇളയോള് ചേച്ചിയുടെ കുട്ടിയാ കൂടെ. അതിന്റെ തല്ലും തന്തിയാ 2 കൊല്ലം മുമ്പ് കൂറ്റനാട് ബസ് അപകടത്തിൽ മയ്യത്തായത്. ആ മാഷിന്റെ ഒരു ആയുസേ, അയാൾ എന്താ മരിക്കാൻ?